പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ പറയുന്ന ചില വാക്കുകൾ പറയുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളോടുള്ള ചില വാക്കുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ കുട്ടികൾ പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥിച്ചിട്ട് മാത്രം കടന്നു പോകുക. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, യാക്കോവിൻ്റെ ലേഖനം 1:5, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോഴവന് ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിത്തീരണം. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിരുന്ന് എഴുതി പഠിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിലത് ആ പഠിക്കുന്ന കാര്യങ്ങൾ പതിഞ്ഞിരിക്കും. മാത്രമല്ല, നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ദൈവവചനം വായിച്ച് എപ്പോഴും ഹൃദയത്തിൽ ആ ദൈവവചനം കൈക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായി തീരണം. അത് ദൈവവചനം ഹൃദയത്തിൽ കൃത്യസ്ഥമാക്കുന്ന ഒരു വ്യക്തിയായി തീരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന ഭക്ഷണം വെച്ച് പ്രാർത്ഥിക്കണം, കുടിക്കുന്ന വെള്ളം വെച്ച് പ്രാർത്ഥിക്കണം, ധരിക്കുന്ന വസ്ത്രം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്കൂൾ ബാഗുകളെ, പുസ്തകങ്ങളെ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് വെച്ച് പ്രാർത്ഥിച്ചു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എക്സാം സമയത്ത് എക്സാം നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് തലേ ദിവസം തന്നെ പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ചിട്ട് അത് കടന്നു പോയിട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ പേപ്പർ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആരും കേൾക്കാതെ 1 മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാലാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികളായി തീരണം. ദൈവത്തെ ഭയപ്പെടുന്ന കുട്ടികളായി തീരണം. മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുട്ടികളായി തീരണം. ഗുരുക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുട്ടികളായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട്. എന്നാൽ അവരുടെ ജീവിതം സഫലമായി തീരും. അവരേത് കോഴ്സ് എടുത്താലും ദൈവ ഭയമുള്ള കുട്ടികളാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുന്ന കുട്ടികളാണെങ്കിൽ, നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുന്നതിന് മുമ്പ് യാത്രയ്ക്ക് മുന്നിലോ ഒരു വാക്യമെങ്കിലും എടുത്ത് നമ്മൾ വായിച്ച് അതിനെ കൃത്യസ്ഥമാക്കണം. ഹൃദയത്തിൽ അതിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഹൃദയത്തിൽ അതിനെ കൈക്കൊള്ളുന്ന ഒരു കുട്ടിയായി തീരുവാനെ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.